ഹൈദരാബാദിൽ മുൻ IPS ഓഫീസറുടെ ഭാര്യയെ കൊന്നത് വീട്ടുജോലിക്ക് നിന്ന യുവതിയെന്ന് പോലീസ്. നിരവധി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ജൂബിലി ഹിൽസ് പ്രദേശത്തെ വീട്ടിൽ വെച്ചാണ് 55-കാരിയായ തനുജ രഞ്ജൻ കൊല്ലപ്പെട്ടത്. വിരമിച്ച IPS ഓഫീസർ വിനയ് രഞ്ജൻ റേയുടെ ഭാര്യയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച നടന്ന കൊലപാതകത്തിന് പിന്നാലെ പ്രതികൾക്കായി രാജ്യവ്യാപകമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് വിനയ് രഞ്ജൻ റേയുടെ ഭാര്യയെ വെള്ളിയാഴ്ചയാണ് ഹൈദരാബാദിലെ ജൂബിലി ഹിൽസ് പ്രദേശത്തെ വസതിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നിരവധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ താമസിക്കുന്ന പ്രശാസൻ നഗറിലാണ് 55-കാരി തനുജ രഞ്ജൻ കൊല്ലപ്പെട്ടത്. അതീവ സുരക്ഷാ ക്രമീകരണമുള്ള മേഖലയാണിത്. കൂട്ടിക്കെട്ടി വായിൽ തുണി തിരികിയ ശേഷം ശ്വാസം മുട്ടിച്ചാണ് തനുജയെ കൊലപ്പെടുത്തിയത്. നേപ്പാളിൽ നിന്ന് രഞ്ജൻ റേയുടെ അമ്മയെ പരിചരിക്കാൻ കൽപ്പന എന്ന സ്ത്രീയെ നിയമിച്ചിരുന്നു. പിന്നീട് അവരെ വീട്ടുജോലികളെല്ലാം ചെയ്യാൻ നിയോഗിക്കുകയായിരുന്നു. 1 വർഷത്തിനകത്തെയായിട്ടുള്ളൂ കൽപ്പന ഇവിടെ ജോലിക്ക് വന്നിട്ട്. കൽപ്പന തന്നെയാണ് കൂട്ടാളികളുടെ സഹായത്തോടെ തനുജയെ കൊന്ന് വിലപിടിപ്പുള്ള സാധനങ്ങളുമായി കടന്നു കളഞ്ഞതെന്ന നിർണായക കണ്ടെത്തലിലാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. തനുജയുടെ മക്കളെല്ലാം ഉറങ്ങിയ ശേഷം ഒരു ശബ്ദവും ഉണ്ടാകാതിരിക്കാൻ വളരെ ആസൂത്രിതമായിട്ടാണ് കൊലപാതകം നടത്തിയത്. വായ്ക്കകത്ത് തുണി തിരികിയിരുന്നു, കൈയും കാലും കൂട്ടിക്കെട്ടിയിരുന്നു. തനുജയുടെ മുറിയിലാണ് വിലപിടിപ്പുള്ള ആഭരണങ്ങളും പണവുമെല്ലാം സൂക്ഷിച്ചിരുന്നത്. ഇതെല്ലാം കൊള്ളയടിക്കപ്പെട്ടു. అంటే వాళ్ళు మేడంని చేయి కట్టేసి నోట్లో గుడ్డ పెట్టేసి పెట్టడం జరిగింది. యూజువలీ అది ఒక మోడస్ ఆపరండి. ఇక్కడ అన్ఫార్చునేట్లీ మేడము ఆ ఒక సఫోకేషన్ వల్ల చనిపోవడం జరిగింది. വീടിന്റെ 3ാം നിലയിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. പുലർച്ചെ 1 മണിയോടെ പ്രധാന ഗേറ്റ് വഴി 3 അജ്ഞാതർ മുൻ IPS ഓഫീസറുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിക്കും 2:30ക്കും ഇടയിൽ അവർ പുറത്തിറങ്ങി. ഉയർന്ന പ്രൊഫൈലുള്ള ആളുകളുടെ വീട്ടിൽ ജോലിക്ക് വരികയും വിശ്വസ്തത പിടിച്ചുപറ്റുകയും സമയം വരുമ്പോൾ ആസൂത്രിതമായി കൊള്ളയടിക്കൽ നടപ്പിലാക്കുകയും ചെയ്യുന്ന സംഘങ്ങൾ ബംഗളൂരു, മുംബൈ, പൂനെ നഗരങ്ങളിലെല്ലാം ഇടക്കാലത്ത് സജീവമാണെന്ന് ഹൈദരാബാദ് പോലീസ് കമ്മീഷണർ VC സജ്ജനാർ പറയുന്നു. ഹൈദരാബാദിൽ കൊലപാതകവും കൊള്ളയും നടത്തിയ സംഘം തെലങ്കാന എക്സ്പ്രസിൽ കയറി നാഗ്പൂരിലേക്ക് പോയതായിട്ടാണ് പോലീസിന് ലഭിച്ച വിവരം. ഡയറക്ടർ ജനറൽ പദവിയിലിരുന്ന ഒരു മുൻ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നടന്ന കൊലപാതകം പോലീസ് ഫോഴ്സിനെ ആകെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. 10-ലധികം പ്രത്യേക ടീമുകൾ ഇതിനകം പ്രതികളെ അന്വേഷിക്കാൻ രൂപീകരിച്ചു കഴിഞ്ഞു. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വീട്ടുജോലിക്ക് നിന്നിരുന്ന കൽപ്പനയും അവരെ സഹായിക്കാൻ എത്തിയവരും എവിടെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച ഒരു ലീഡും പോലീസിന് ലഭിച്ചിട്ടില്ല. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.